ഇന്നലെ അന്തരിച്ച VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഭൗതികദേഹം നമസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. മയ്യത്ത് നിസ്കാരം പൂർത്തിയായി. അല്പസമയത്തിനകം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തും. ആലങ്ങാട് ജുമാ മസ്ജിദ് പള്ളിയിലാണ് ഭൗതികദേഹമുള്ളത്. ഹൈബി ഈഡൻ, P രാജീവ്, അൻവർ സാദത്ത്, ബിനീഷ് കോടിയേരി തുടങ്ങിയവരൊക്കെ പള്ളിയിലുണ്ട്. മന്ത്രി P രാജീവ് അദ്ദേഹത്തെ അനുസ്മരിക്കുകയും ചെയ്തിരുന്നു. പള്ളിയിലേക്ക് എത്തിച്ച ഭൗതികദേഹം മയ്യത്ത് നിസ്കാരം പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ സംസ്കരിക്കും. നിരവധി പേരാണ് ഭൗതികദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുന്നത്. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണുപ്രകാശ്, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? ആരൊക്കെയുണ്ട്? ോട്ട് VK ഇബ്രാഹിം കുഞ്ഞിന്റെ മൃതദേഹം ഇതിലേക്ക് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഇന്ന് രാവിലെയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്നും പൊതുദർശനം പൂർത്തിയാക്കി ആലങ്ങാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹം എത്തിച്ചത്. അവിടെ പള്ളിക്ക് മുൻപ് തൽക്കാലം പൊതുദർശനത്തിനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിരുന്നു. ഇതിനിടയിൽ നിന്നുമായി കാണാത്തവർക്ക് വേണ്ടിയുള്ള സൗകര്യമാണ് ഏർപ്പാടാക്കിയത്. നിരവധി പേർ ആ സമയത്തും VK ഇബ്രാഹിം കുഞ്ഞിനെ അവസരമായി ഒരു വലിയ യാത്ര നൽകുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് എത്തിച്ചത്. തുടർന്ന് നമസ്കാരത്തിനായി പള്ളിയിലേക്ക് എത്തും. മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിന് വേണ്ടി പള്ളിക്ക് വേണ്ടി തന്നെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ മൃതദേഹം വച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ലീഗിന്റെ മുന്നണി പോരാളിയായിട്ട് ആളുകളടക്കം വിവിധ രാഷ്ട്രീയ ആളുകൾ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് ഇപ്പോൾ VK ഇബ്രാഹിമിന്റെ മൃതദേഹത്തിനരികിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ P രാജീവ് അടക്കമുള്ള ആളുകളെ കാണാം. P ജയരാജൻ, P രാജീവ്, ബിനീഷ് കോടിയേരി, ഹൈബി ഈഡൻ, തുടങ്ങിയ മുതിർന്ന നേതാക്കൾ എല്ലാവരും വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ലീഗിന്റെ തന്നെ മധ്യ കേരളത്തിലെ ഒരു ജനകീയമായിട്ടുള്ള മുഖമായിരുന്നു. ലീഗിലെ വടക്കൻ കേരളത്തിൽ ശക്തിയുണ്ടായിരുന്ന മുസ്ലിം ലീഗ് എന്ന സംഘടനയെ മധ്യ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു കൂടി പാർപ്പിച്ചിരുന്നത് VK ഇബ്രാഹിം കുഞ്ഞായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഏറെ ജനകീയമായിട്ടുള്ള ആരെയും വിഷമിപ്പിക്കാതെ, ആരും ഒരു സങ്കടം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്ന തരത്തിലെല്ലാം സഹായിക്കുന്ന ഒരു നേതാവായിരുന്നു VK ഇബ്രാഹിം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ സ്വീകാരനായിരുന്നു. ആ ഒരു സ്വീകാര്യതയാണ് ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിലും കാണാൻ സാധിക്കുന്നത്. 4 തവണ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി നിയമസഭയിലെത്തി. അതിൽ 2 തവണ മന്ത്രിയായി. നേരത്തെ 2005 CK കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിച്ച പേര് VK ഇബ്രാഹിം കുഞ്ഞിന്റേതായിരുന്നു. അതായത് അത്രയും വിശ്വസനായിട്ടുള്ള നേതാവായിരുന്നു. മധ്യകേരളത്തിൽ നിന്നും മുസ്ലിം ലീഗിന് ഒരു വലിയ നേതാവായി ഉയർന്നു വന്ന വ്യക്തി കൂടിയായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞ്. ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളെയാണ് ഇപ്പോൾ VK ഇബ്രാഹിമിന്റെ മൃതദേഹം സംസ്കരിക്കുക. അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മൊബൈൽ മാറ്റേ
Order up. Turn that unloading pressure. Control guard. Reset. Police fire. Now. Reload. Reset. Police fire. Now. Reload. Reset. Police fire. Now. Unload. Order up. Standard is capital this. Break. Acha. Break off. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായി VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ച ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ ഇരിക്കുകയാണ്.